എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓരോ ദിവസവും ദൈവജനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ക്രിസ്തുവിലായ നമുക്ക് എല്ലാവർക്കും അറിയാം, കാൽവറി ക്രൂശിലെ കർത്താവ് നേടിയ കാര്യങ്ങളെക്കുറിച്ച്. കർത്താവ് കാൽവറി ക്രൂശിൽ എല്ലാം നേടിക്കഴിഞ്ഞു, എല്ലാം റീസ്റ്റോർ ചെയ്തു കഴിഞ്ഞു. പക്ഷെ പലതും നമ്മുടെ ലൈഫിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. എല്ലാം കാൽവറി ക്രൂശിൽ നിവൃത്തിയായെന്ന് പറയുമ്പോഴും പലതിലും നമ്മൾ ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാ, പലതിലും നമ്മൾ ഇല്ലായ്മ അനുഭവിക്കുന്നവരാ, പലതിലും സങ്കടപ്പെടുന്നവരാ. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ പലതും ഉണ്ടാകുന്നില്ല? യഥാർത്ഥത്തിൽ എന്താണ് കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്തത്? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളോട് കർത്താവ് സംസാരിക്കട്ടെ. എങ്ങനെ ഞാൻ കർത്താവ് എനിക്ക് വേണ്ടി നേടിയ സകലതും അനുഭവിക്കുന്ന വിധത്തിലേക്ക് വരാനായി കഴിയും? നമുക്ക് മെസ്സേജിലേക്ക് പോകാം. വലിയ അത്ഭുതങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ അനുഭവിക്കട്ടെ. നമുക്ക് മെസ്സേജ് കേൾക്കാം. Today I am going to share about the New Year message now. ഞാൻ ഇപ്പോ പുതിയ വർഷത്തെ മെസ്സേജിന് നിങ്ങളോട് പറയാൻ Can you പോകുകയാണ്. stand up and say with me, the year of manifesting restoration? പുനരുദ്ധാനത്തിന്റെ വെളിപ്പെടുത്തുന്ന വർഷമാണ് ഈ വർഷമെന്ന് എത്ര പേർക്ക് പറയാനായി സാധിക്കുക? How many of you believe that? എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? In other word, we can say this is a year of manifestation. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇത് വെളിപ്പെടുത്തലിന്റെ വർഷമാണ്. The things are not reachable to you is going to manifest for you. Amen. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. The things are waiting for long years, it is going to manifest in your life. വർഷങ്ങളായി കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ Come പോകുകയാണ്. on, give a clap offering to the Lord. ദൈവത്തിന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. Things are crying. Your ears are you are crying for to manifest. These things are going to manifest to your life this നിങ്ങൾ year. വർഷങ്ങളായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം നിങ്ങൾക്ക് അത് വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. Do you know one thing? God already redeemed us. ദൈവം നമ്മളെ ഓൾറെഡി വീണ്ടെടുത്തിരിക്കുകയാണ്. Redemption happened in the cross. വീണ്ടെടുപ്പ് അത് ക്രൂശിലാണ് നടന്നത്. How the redemption? എങ്ങനെയാണ് വീണ്ടെടുപ്പ്? So redemption means വീണ്ടെടുപ്പ് എന്നാൽ pay a price to win a person. വില കൊടുത്ത് ഒരു വ്യക്തിയെ നേടുക എന്നാണ്.
Jesus gave a price in the cross യേശു ക്രൂശിൽ ഒരു വില കൊടുത്തു, and redeemed us. നമ്മളെ വീണ്ടെടുത്തു. Now we are redeemed. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. While according to the word, when he redeemed us, അവൻ എന്നെ വീണ്ടെടുത്തപ്പോ he restored everything back to us. അവൻ സർവ്വതും നമ്മുടെ മേൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. From the beginning, what are the things God planned for the humanity? It is restored when he redeemed us. Amen. ആദ്യം മുതൽ എന്താണോ മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം കരുതി വെച്ചത്, അത് ക്രൂശിൽ വീണ്ടെടുത്ത സമയത്ത് അത് മൊത്തവും ആ സമയത്ത് എന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് മനുഷ്യരാശിക്ക് വേണ്ടി എന്തൊക്കെ കണ്ടുവോ അത് കാൽവറിയിൽ വെച്ച് നമ്മൾ വീണ്ടെടുത്തപ്പോ വീണ്ടും അത് തിരികെ ലഭിക്കപ്പെട്ടു, പുനഃസ്ഥാപിക്കപ്പെട്ടു. So that means when we started to believe in Christ Jesus, redemption, with redemption all restoration is begin. നമ്മൾ എപ്പോഴാണോ ക്രിസ്തുവിൽ വിശ്വസിച്ചത്, ആ വിശ്വസിച്ച സമയത്ത് എന്നെ വീണ്ടെടുത്തു, വീണ്ടെടുപ്പിന്റെ കൂടെ എന്നെ ഞാൻ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇനി എന്തെങ്കിലും നമുക്ക് പുനഃസ്ഥാപിക്കപ്പെടണം, തിരിച്ചു കിട്ടേണ്ടതായ ആവശ്യമുണ്ടോ? ഇല്ല. എവറിത്തിങ് ഈസ് റിസ്റ്റോർഡ്. പക്ഷെ എന്തിനാ അപ്പൊ ഞാനിത് പറയുന്നേ? ലിസൺ, സോ സിമ്പിൾ. ആൾ തിങ്സ് ആർ റിസ്റ്റോർഡ്, ബട്ട് വി ആർ നോട്ട് സീയിങ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ വാട്ട് God restored. നമുക്കെല്ലാം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, പക്ഷേ നമ്മുടെ മുമ്പിൽ ഇതുവരെ ദൈവം പുനഃസ്ഥാപിച്ചത് വെളിപ്പെട്ടു വന്നിട്ടില്ല. In another word we can say, my skin is restored. വേറെ ഭാഷയിൽ പറഞ്ഞ എന്റെ സ്കിന്ന് അത് പുനഃസ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ എന്റെ പാണ്ട് മാറിയതാണ്. But still is white. അതിപ്പോഴും വെളുത്താണ് ഇരിക്കുന്നത്. That means we need a manifestation of the healing. എന്ന് വെച്ചാൽ ആ സൗഖ്യത്തിന്റെ വെളിപ്പെടൽ ആവശ്യമാണ് നമുക്ക്. മനസ്സിലായോ? യേശു കാൽവറിയിൽ 2025 കൊല്ലം മുമ്പ് എന്നെ സൗഖ്യമാക്കിയതാണ്. ഇനി ആക്കണ്ട, ആയി. പക്ഷെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതാ വെളിപ്പെട്ടിട്ടില്ല. So what I am trying to say, what are the things God restored this year? You going to see the manifestation of restoration. Amen. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ കാര്യമാണോ പുനഃസ്ഥാപിക്കപ്പെട്ടത് അത് ഈ വർഷം വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. Hallelujah. Hallelujah. Come on church, give a clap of praise offering to God. സ്തുതി കർത്താവിന് പറഞ്ഞാട്ടെ. In our mind already clap offering is there. I am struggling to change. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ക്ലാപ്പ് ഓഫറിംഗ് ആണ് ഉള്ളത്. ഞാനത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. But I will not continue it. ഞാൻ അതിൽ തുടരത്തില്ല. Because the truth revealed. കാരണം സത്യം മനസ്സിലായി കഴിഞ്ഞു. Come on, give a praise offering to Lord. ദൈവത്തിന്റെ സ്തുതി പറഞ്ഞാട്ടെ. അയ്യടാ, കൈയടി കേട്ടിട്ട് മനോഹരമായിരിക്കുന്നു. So this last 4 months we heard we are limitless. ഈ കഴിഞ്ഞ 4 മാസമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ പരിധിയില്ലാത്തവരാണ്. Say to your neighbor, you are limitless. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞാട്ടെ പരിധിയില്ലാത്തവനാണെന്ന് ഞാൻ. When you know the redemption and when you know the restoration, then you know all things are possible. All things are possible. I am limitless. Amen. നിങ്ങൾക്ക് വീണ്ടെടുപ്പിനെ കുറിച്ച് നിങ്ങളുടെ പുനഃസ്ഥാപനത്തെ കുറിച്ച് നിങ്ങൾ അറിയാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കെല്ലാം സാധ്യമാണ്, എനിക്ക് ഒന്നിനും പരിധിയില്ലെന്ന് എനിക്ക് മനസ്സിലാകും. See your limitless life. നിങ്ങളുടെ പരിധിയില്ലാത്ത ജീവിതത്തെ കണ്ടാട്ടെ. Because God restore everything for you. കാരണം ദൈവം സർവ്വതും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് നിനക്ക് വേണ്ടി. When you know the restoration, then you know your possibilities are different. നിന്റെ പുനഃസ്ഥാപനത്തെ കുറിച്ച് നീ പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ നിന്റെ സാധ്യതകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. You will stop crying and start to believing. നീ കരച്ചിൽ നിർത്തിയിട്ട് വിശ്വസിക്കാനായി തുടങ്ങും. Because you know God already restored you. കാരണം നിനക്കറിയാൻ ദൈവം അത് നിന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നെന്ന്. You will stop cry and you start to expect the results of God. നീ കരച്ചിൽ നിർത്തിയിട്ട് ദൈവത്തിൽ
ദൈവത്തിൽ നിന്ന് നിന്റെ ഫലത്തിന് വേണ്ടി കാത്തിരിക്കാനായി തുടങ്ങും. Can you say hallelujah? എത്ര പേർക്ക് ഹല്ലേലൂയ പറയാം? Align your thoughts with the word of God and the truth of God. ദൈവത്തിന്റെ സത്യവുമായിട്ട് നിങ്ങൾ നിരന്നുകൊണ്ടാൽ അതിന്റെ കൂടെ സഞ്ചരിച്ചാൽ, That means when you align with the word of truth, it will manifest. Your restoration will manifest in your whole life. നിങ്ങൾ വചനത്തിന്റെ സത്യവുമായി ഒരുമിച്ച് ചേർന്ന് നടന്നാൽ ദൈവിക സത്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായി തുടങ്ങും. This is one of the true. Already in the cross everything is finished. അത് ഒരു സത്യമാണ്. കാൽവരിയിൽ സർവ്വതും തീർപ്പാക്കപ്പെട്ടിരിക്കുന്നു. Everything is redeemed. സർവ്വതും വീണ്ടെടുത്തിരിക്കുന്നു. Everything restored. സർവ്വതും പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. My healing is restored. എന്റെ സൗഖ്യം പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. What I need, എനിക്ക് എന്താണ് വേണ്ടത്? we want to see the manifestation. എനിക്ക് അതിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ് വേണ്ടത്. So this year, അതുകൊണ്ട് ഈ വർഷം if you are aligned with the word of truth, നിങ്ങൾ ദൈവിക സത്യവുമായിട്ട് ചേർന്ന് പോയാൽ it will manifest to അത് you. വെളിപ്പെടുക തന്നെ ചെയ്യും. Lakarata lakaba. Come on, church. Shadalaniya thalaba. സഭയെ അത് ആകർഷിക്കട്ടെ. How can you see the result? എങ്ങനെയാണ് നിങ്ങൾക്ക് ഫലം കാണാനായി സാധിക്കുന്നത്? Align with the word ദൈവത്തിന്റെ ഫലമായിട്ട് ചേർന്ന് നടന്നാട്ടെ. and align with the word of truth. ദൈവിക വചനത്തിന്റെ സത്യവുമായി നടന്നാൽ What is the truth? എന്താണ് ആ സത്യം? Jesus already restored you. ദൈവം നിന്നെ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. I no need a healing. എനിക്ക് ഇനി ആ സൗഖ്യത്തിന്റെ ആവശ്യമില്ല. I need a manifestation. എനിക്ക് വെളിപ്പെടുത്തൽ മാത്രമാണ് ഇനി വേണ്ടത്. You don't need a money. നിനക്ക് ഇനി പണത്തിന്റെ ആവശ്യമില്ല. You need a manifestation of the money. അതിന്റെ വെളിപ്പെടുത്തൽ മാത്രമാണ് വേണ്ടത്. You no need a prosperity. നിനക്ക് സമൃദ്ധിയുടെ ആവശ്യമില്ല. It is you want to see the manifestation of the prosperity. അത് സമൃദ്ധിയുടെ വെളിപ്പെടുത്തൽ മാത്രമാണ് ഇനി നിനക്ക് ആവശ്യമുള്ളത്. Align your mind with the truth of God. നിന്റെ ദൈവിക സത്യവുമായിട്ട് നിന്റെ മനസ്സിനെ അത് നേർവഴിയാക്കിയാട്ടെ. Build your mind with the word of God. നിന്റെ ഹൃദയത്തെ ദൈവവചനവുമായി നിറച്ചാട്ടെ. Move with the Holy Spirit. പരിശുദ്ധാത്മാവുമായി നടന്നാട്ടെ. If you are ready to align with the word of truth, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ദൈവിക സത്യവുമായി അലൈൻ ചെയ്താൽ your life will be excellent. നിന്റെ ലൈഫ് എക്സലന്റ് ആയിരിക്കും. You see, your life will be getting excellent every day. നിന്റെ ജീവിതം ഓരോ ദിവസവും എക്സൽ ആവുന്നത് നിനക്ക് കാണാനായി Say to your സാധിക്കും. neighbor, your life will be excellent. അടുത്ത വ്യക്തിയോട് പറഞ്ഞാണ് നിന്റെ ലൈഫ് എക്സലന്റ് ആയിരിക്കും. Your life will be excellent. നിന്റെ ലൈഫ് എക്സലന്റ് ആയിരിക്കും. Say to your neighbor, I function from the mountain top. ഞാൻ മലമുകളിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് ഫംഗ്ഷൻ ചെയ്യുന്നവനാണ്. ഞാൻ ഉന്നതങ്ങളിൽ I function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് ഫംഗ്ഷൻ ചെയ്യുന്നവനാണ്, Say with me, പ്രവർത്തിക്കുന്നവനാണ്. I function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നവനാണ്. From the limitless life. ഞാൻ പരിധിയില്ലാത്ത ജീവിതത്തിലാണ് ജീവിക്കുന്നത്. I function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ I work with the realm of limitless life. ഞാൻ പരിധിയില്ലാത്ത ജീവിതത്തിന്റെ റലത്തിലാണ് വർക്ക് ചെയ്യുന്നത്. You know who you are? നിങ്ങൾക്കറിയാമോ ആരാണ് നിങ്ങളെന്ന്? You are the light of the world. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. Do you know who is the church? സഭ എന്താണെന്നറിയാമോ? Church is the city is shine on the hilltop. മലമുകളിൽ ഇരിക്കുന്ന പട്ടണം പോലെയാണ്. I am the part of the city. Yes. I am the part of the church. Amen. To show the world Hallelujah. God is still in this city, in this town. Amen. ഞാൻ മലമുകളിൽ ഇരിക്കുന്ന പട്ടണത്തിന്റെ സഭയുടെ ഭാഗമാണ്. ഞാൻ മലമുകളിൽ ഇരിക്കുന്ന പട്ടണത്തിന് തുല്യമാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് വെളിപ്പെടുത്തി കൊടുക്കാനാണ്. Can I prophesy to you? ഞാൻ നിങ്ങളോടൊന്ന് പ്രവചിക്കട്ടെ. Your name will be famous നിങ്ങളുടെ പേര് അത് ഫേമസ് ആകും. because of this church. കാരണം സഭ മുഖേന നിന്റെ പേര് പ്രശസ്തിയിലേക്ക് This വരും. church going to be famous. Hallelujah. ഈ സഭ ഫേമസിലേക്ക് വരും. This city will known by this
church. ഈ പട്ടണം ഈ സഭ മുഖേന പ്രശസ്തിയിലേക്ക് വരുവാനിടയാകും. ഈ സഭയുടെ പേരിൽ ഈ പട്ടണം അറിയപ്പെടുവാനിടയാകും. Can you believe and say hallelujah? എത്ര പേർക്ക് വിശ്വസിച്ചിട്ട് The city ഹല്ലേലൂയ will പറയാം? known by Jesus' ഈ word. പട്ടണം ജീസസ് വേൾഡായി അറിയപ്പെടും. Don't look at the situations are crunching down your life. നിന്റെ സിറ്റുവേഷൻ നിന്നെ താഴേക്ക് വലിക്കുന്നെന്ന് ചിന്തിക്കാൻ No, ഇടയാകരുത്. no. Your name will be famous. നിന്റെ പേര് പ്രശസ്തിയിലേക്ക് You വരുവാനിടയാകും. will known because of your church. നിന്റെ സഭ കാരണം നീ പ്രശസ്തിയിലേക്ക് This is വരും. the capital of the revival. ഇത് ഉണർവിന്റെ This city തലസ്ഥാനമാണ്. called the capital of ഈ revival. പട്ടണം ഉണർവിന്റെ തലസ്ഥാനമായി അറിയപ്പെടും. Not capital of Kerala. It is going to seek here. This is a city for the capital of the ഇത് revival. കേരളത്തിന്റെ ക്യാപിറ്റലായിട്ട് എന്നല്ല, ഉണർവിന്റെ ക്യാപിറ്റലായിട്ട് ഈ സിറ്റി അറിയപ്പെടും. Come on, say hallelujah. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. If you are function from the mountain top, നിങ്ങൾ ഉന്നതത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ your possibilities, നിന്റെ സാധ്യതകൾ your possibilities unending. It is going to be unending. അത് പരിധിയില്ലാത്തത്, അത് അവസാനമില്ലാത്തതായി മാറും. Hallelujah. If you are function from the mountain top, നീ ഉന്നതത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ your victory is unending. നിന്റെ ജയം എന്ന് പറയുന്നത് പരിധിയില്ലാത്തത്, തീരാത്തതാണ്. Unending victories. അത് ഒരിക്കലും തീരാത്ത ജയം. When I am saying this word, you have to step in, come inside. Okay. ഞാൻ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ കാല് വെച്ച് അതിലേക്ക് കയറുവാനിടയാകണം. Welcome to unending victories. പരിധിയില്ലാത്ത അവസാനമില്ലാത്ത ജയത്തിലേക്ക് സ്വീകരിച്ചാട്ടെ. ഞാനിത് പറയുമ്പോ ഒരു കാലെടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കയറണം. ഓക്കെ, ഞാൻ ഓക്കെ, റെഡി. നിങ്ങൾക്ക് സ്ഥലം വേണേ എവിടെ ഉള്ളത് അങ്ങോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ തിരിഞ്ഞു നിന്നോ, കുഴപ്പമില്ല. വെൽക്കം ടു അൺഎൻഡിങ് വിക്ടറീസ്. അൺഎൻഡിങ് വിക്ടറിയിലേക്ക് സ്വാഗതം. അൺഎൻഡിങ് ജയത്തിലേക്ക് സ്വാഗതം. Church, this is a prophetic word for this year. ഈ വർഷത്തിലേക്കുള്ള പ്രവചന വാക്കാണ് ഞാൻ ഈ പറയുന്നത്. Welcome to unending victories. പരിധിയില്ലാത്ത അവസാനമില്ലാത്ത ജയത്തിലേക്ക് I can see the cloud of glory is falling. എനിക്ക് കാണാൻ സാധിക്കും ഒരു മേഘത്തിന്റെ മഞ്ഞ് ഇവിടെ വീണുകൊണ്ടിരിക്കുന്നു. I don't feel to preach, I feel the anointing falling. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് കാണാനായി സാധിക്കും അഭിഷേകത്തിന്റെ ഒരു പെരുമഴ ഇതിന്റെ അകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. Say with me, I function from the mountain top. ഞാൻ ഉന്നതങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്നു. My possibility is limitless. എന്റെ സാധ്യതകൾ പരിധിയില്ലാത്തതാണ്. My victories are unending. എന്റെ ജയം അവസാനമില്ലാത്തതാണ്. Upward and forward. മുമ്പോട്ട് മുകളിലോട്ട്. Yes, upward and forward. മുമ്പോട്ട് മുകളിലോട്ട്. We are marching like an army to the victory. നമ്മൾ ഒരു സൈന്യമായി ജയത്തിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. Hallelujah. If you are aligned with the word, a word of truth, I challenge you, your life will be excellent, full of glory. നിങ്ങളുടെ ദൈവിക വചനത്തിന്റെ സത്യവുമായിട്ട് ചേർന്ന് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എക്സലന്റ് ദൈവിക മഹത്വമുള്ളതായി മാറാനിടയാകും. I don't want to put a close there. I want to prophesy to my church, this is a year of glory manifestations. എനിക്ക് അവിടെ നിർത്തണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് സഭയോട് പറയാനുള്ളത് ഈ വർഷം ഗ്ലോറിയുടെ വെളിപ്പെടുത്തലിന്റെ വർഷമായി ഈ വർഷമായിരിക്കുമെന്ന് ഞാൻ സഭയോട് പറയുന്നു. Don't lose it. അത് നഷ്ടപ്പെടുത്തരുത്. Do not lose it. അത് നഷ്ടപ്പെടുത്തരുത്. We want to see the manifestations. നമുക്ക് ആ വെളിപ്പെടുത്തൽ കാണേണ്ട ആവശ്യമാണ്. എല്ലാം റീസ്റ്റോർ ചെയ്തു. ഇനി ആ മാനിഫെസ്റ്റേഷൻ മാത്രം എൻ്റെ ലൈഫിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ളൂ. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവവചനവുമായി അലൈൻഡ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സത്യങ്ങളെ മനസ്സിലാക്കുവാനായി കഴിയും. ദൈവവചനവുമായി അലൈൻഡ് ആയിരിക്കുന്ന വ്യക്തിക്ക് ആ ട്രൂത്തിലാകുവാനായി കഴിയും. നമുക്ക് ദൈവവചനത്തോടൊപ്പം ആയിരിക്കാം. വലിയ മഹത്വത്തെ നമുക്ക് കാണാം. ഓരോ ദിവസവും കർത്താവ് നിങ്ങളെ നടത്തട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
തുടർന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശ്രീജ എന്ന പേരുള്ള ഈ സിസ്റ്ററിൻ്റെ സാക്ഷ്യമാണ്. ഈ സിസ്റ്റർ പൂവാർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്: തനിക്ക് 6 വർഷമായിട്ട് യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നു. 2012 ഈ മുഴ വന്നതിനെ തുടർന്ന് ഒരു സർജറിയും കഴിഞ്ഞതായിരുന്നു അല്ലേ? അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് ആ യൂട്രസിൽ മുഴയ്ക്ക് സർജറി വന്നു. പക്ഷേ ആ മുഴ വീണ്ടും വന്നു. സർജറി കഴിഞ്ഞിട്ട് പിന്നെയും ആ മുഴ ഉണ്ടായി എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് വീണ്ടും മുഴ വന്നു. അത് പുറത്തും അകത്തും ഉണ്ട്. അത് നോക്കിട്ട് ക്യാൻസർ ആണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അകത്തും പുറത്തും മൊഴിയുണ്ട്. അത് ക്യാൻസർ ആണോ എന്ന് സംശയം പറഞ്ഞു. ഓക്കെ. അപ്പൊ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ടെസ്റ്റിന് കൊടുത്തു. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ബ്രദറിനെ വിളിച്ച് ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ സംശയം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടെസ്റ്റ് നടത്തി. അതിൻ്റെ ഇടയ്ക്ക് സിസ്റ്റർ പ്രാർത്ഥിച്ചു. ഏതായാലും റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത്. പക്ഷേ സിസ്റ്റർ എന്നോട് തോന്നുന്നു ആ സമയത്തെല്ലാം പീരിയഡ്സ് ഒക്കെ ഭയങ്കര ഇറഗുലർ ആയിരുന്നു, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ. എന്നിട്ട് ബ്രദറിന്റെ അടുത്ത് വരെയായിരുന്നു. വരുമ്പോൾ ബ്രദർ എന്നെ ഇങ്ങോട്ട് പറയായിരുന്നു. സിസ്റ്ററിനെ വിളിച്ച് ദൂത് പറയായിരുന്നു അകത്തും പുറത്തും ഒരു മുഴയുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞു. സൗഖ്യമാകുന്നു. പിറ്റേ ദിവസം അത് പൊട്ടി പുറത്തു പോയി. കണ്ടോ? സർജറി വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞത്. യേശു സർജറി ചെയ്തപ്പോൾ അത് തനിയെ പുറത്തു പോയി. സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ ഒന്നും വേണ്ട, മുഴ അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഓക്കെ. സ്കാൻ ചെയ്തപ്പോൾ ഓപ്പറേഷൻ വേണ്ട, മുഴ കാണാനില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. അസാധ്യമായിട്ട് ദൈവത്തിനൊന്നുമില്ല. എന്നോട് ചേർന്ന് പറഞ്ഞ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യമെന്ന് തോന്നുന്നത് ആർക്കാണ്? നമുക്കാണ് അസാധ്യം എന്ന് തോന്നുന്നത്. പക്ഷെ ദൈവം സർവശക്തനാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ സിസ്റ്ററിന് പറയും? മോനെ വലിയ ഒരു പ്രയാസത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു എന്ന് കൂടി സിസ്റ്റർ പറഞ്ഞു. കർത്താവ് സിസ്റ്ററിൻ്റെ കുടുംബത്തെ പരിപാലിക്കും, സംരക്ഷിക്കും. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഏതായാലും വലിയ ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. അതോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കാം സിസ്റ്ററിൻ്റെ സാക്ഷ്യം മറ്റനേകർക്കും സാക്ഷ്യത്തിന് കാരണമാകട്ടെ. നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ പറയണം, ഒരു കർത്താവുണ്ട്, ഏത് രോഗത്തിനും ഉത്തരം തരുന്നവനാണ്, സൗഖ്യം നൽകുന്നവനാണ്. അനേകർ കൂടി ഈ നന്മയിലേക്ക് വരുവാനിടയാകും. ഓക്കെ. കർത്താവ് സിസ്റ്ററിനെ ആ പ്രദേശത്ത് ശക്തമായി ഉപയോഗിക്കട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊരു സാക്ഷ്യം നമ്മളോട് പറയാൻ വന്നിരിക്കുന്നത് നെടുമങ്ങാട് നിന്നും ചുള്ളിമാനൂർ എന്ന സ്ഥലത്ത് നിന്നും ജ്യോതി എന്നു പേരുള്ള സിസ്റ്ററാണ്. ഈ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിന് വളരെ വലിയ പ്രയാസമായിരുന്നു ചുമ മൂലം. അതിൽ നിന്ന് കർത്താവ് സൗഖ്യമാക്കി എന്നാണ് പറയുന്നത്. സിസ്റ്റർ തന്നെ പറഞ്ഞാട്ടെ. പനിയായിരുന്നു മുമ്പേ, പിന്നീട് ഹസ്ബൻഡിന് ചുമ വന്നിട്ട് പിന്നെ വാ കൂട്ടാത്ത ചുമയായിരുന്നു. പനിയും അതിനുശേഷം കണ്ടിന്യൂസ് തുടർച്ചയായ ചുമയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടെ കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ലേസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തെ വിളിച്ചാൽ വരൂല. പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ ലേസിനെ കൊണ്ടുവന്ന് വീട്ടിൽ പോയി എൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചിൽ വെച്ചിട്ട് പറഞ്ഞ്, കർത്താവ് എൻ്റെ ഭർത്താവിൻ്റെ ചുമ മാറിപ്പോട്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ചുമച്ചത് പിന്നെ ചുമച്ചതേ ഇല്ലെന്ന്, ഒരാഴ്ച കൊണ്ട് ചുമച്ചതേ ഇല്ല. സിസ്റ്റർ പറഞ്ഞത് ഭർത്താവ് വിശ്വാസത്തിൽ ഉള്ള ആളല്ല, പക്ഷെ സിസ്റ്ററിന് നല്ല വിശ്വാസമുണ്ട്. ഭർത്താവിൻ്റെ ഈ തുടർച്ചയായ ചുമയിൽ ഭാരപ്പെട്ടിട്ട് കർച്ചീഫ് വാങ്ങി ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വെച്ചു. അതിനുശേഷം ചുമ സമ്പൂർണ്ണമായിട്ടും മാറി. കർത്താവ് നല്ലവനാണ്. കരങ്ങളടിച്ച കർത്താവിനെ സ്തുതിച്ച്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ എത്ര അത്ഭുതകരമാണ്. ഓരോ അത്ഭുതങ്ങളും കേൾക്കുമ്പോൾ അവർ അത്ഭുതമായി പറയുന്നതിന് കാരണം ഒരു വിധത്തിലും നടക്കാത്തത്, ഒരു വിധത്തിലും സാധ്യമാകാത്തത് എന്നതുകൊണ്ടാണ്. എന്നാൽ ആ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ആ ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. ഓരോ ദിവസവും അത്ഭുതത്തിൽ ജീവിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു ദൈവ പൈതൽ അങ്ങനെ ആകണമെന്ന സ്വപ്നത്തിലായിരിക്കുമ്പോൾ അവനത് കാണാനിടയാകും, അവനത് അനുഭവിക്കും. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ മനസ്സ് തകർന്നിരിക്കുന്നവരുണ്ട്. വിശ്വസിച്ചു കണ്ടില്ല എന്ന് പറയുന്നവരും, അല്ല ഞാൻ പ്രാർത്ഥിച്ചു അനുഭവിച്ചില്ല എന്ന് പറയുന്നവരും, കിട്ടിയില്ല എന്ന് പറയുന്നവരുമുണ്ട്. എന്നാൽ
ക്രിസ്തുവിലായിരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം അവർ ഓരോ ദിവസവും അത്ഭുതങ്ങളിൽ ജീവിക്കണമെന്നാണ്. ഇവരോരോരുത്തരും അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ അപ്പാ. ഇവരോരോരുത്തരും അത്ഭുതങ്ങളിൽ നടക്കട്ടെ അപ്പാ. ഇവരോരോരുത്തരും അത്ഭുതങ്ങളിൽ ജീവിക്കട്ടെ അപ്പാ. എനിക്കൊരു വ്യക്തിയെ കാണാം, ആ വ്യക്തിയുടെ ചെവി വളരെ ബുദ്ധിമുട്ടാണ്, മിക്കവാറും വേദനയും പഴുപ്പ് വരുന്നതുമായ പ്രയാസങ്ങൾ. അത് നിമിത്തം പലപ്പോഴും പറയുന്നത് ഇത് കാരണം എൻ്റെ ജീവിതം കയ്പായി പോയെന്നാണ് പറയുന്നത്. കാരണം ഒരാളുടെ മുൻപിൽ പോകാൻ പലപ്പോഴും കഴിയുന്നില്ല. അതുപോലത്തെ ബുദ്ധിമുട്ടുകൾ, വേദന, ആ പ്രയാസങ്ങൾ. എന്നാൽ ആ ചെവിയിലോട്ട് കൈവച്ചാട്ടെ അത്ഭുതങ്ങളെ കാണാം. അപ്പോൾ അതിനെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ അപ്പോൾ ആ വ്യക്തിയുടെ ചെവി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആ വ്യക്തിയുടെ ചെവി ഇപ്പോൾ സൗഖ്യമാകട്ടെ അപ്പാ. കർത്താവെ, ആ വ്യക്തി ഇപ്പോൾ ആ സൗഖ്യം അനുഭവിക്കട്ടെ. ഇന്നു മുതൽ ആ ചെവിയിൽ ആ സൗഖ്യം കാണണം കർത്താവെ. പഴുപ്പ് വരരുത്, ആ വേദന ഉണ്ടാകരുത്. അത് നിമിത്തമുണ്ടായ എല്ലാ പ്രയാസങ്ങളും മാറിപ്പോകണം കർത്താവെ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പ. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, വിരലുകളുടെ ഈ ഇടയിൽ പൊട്ടിയൊലിക്കുന്ന പ്രയാസമുള്ളൊരു വ്യക്തി. ആ വ്യക്തിയെയും കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. യേശുവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പ. സ്വർഗീയ പിതാവേ, കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ നിറവ് ചലിക്കണം. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അത്ഭുതങ്ങൾ ഉണ്ടാകണം. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.